അസ്സലാമു അലൈക്കും മുത്തുവനീസ്. നമുക്ക് ബ്രെഡ് കൊണ്ട് എങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് പൊക്കവട ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അതിന് ശേഷം ഈ ബ്രെഡിലേക്ക് നമുക്ക് വലിയുള്ളി, ഞാനൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഉള്ളി, അതിലേക്ക് പച്ചമുളക്, പിന്നെ വേപ്പില, മല്ലിയില, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ ഗരം മസാല, പിന്നെ കടലമാവ് നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് ഉപ്പ്, അപ്പസോഡയും പാടെ ആഡാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പക്ഷേ വീഡിയോയിൽ നിങ്ങൾ കാണൂല, ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് നിരടി എല്ലാതും ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം പിന്നെ ഇച്ചിരി വെള്ളം ആഡാക്കി കൊടുത്തിട്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ അതാക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റില്ല, കുറച്ച് ഇങ്ങനെ ആഡാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ വേണം കേട്ടോ കിട്ടേണ്ടത്. പിന്നെ ഞാൻ ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ ചെറിയ ബോളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെ ഓരോരോ ബോൾസായി ചെറുതായിട്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് ഫ്രൈ ആക്കിങ്ങാണ്ട് നമുക്കത് കോരി മാറ്റാം. നിങ്ങളെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒക്കെ കമൻറ്റിൽ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അൽഹംദുലില്ലാ അവിടെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ മഴയൊക്കെ പെയ്തിരുന്നു കേട്ടോ. നിങ്ങളെ ഭാഗത്ത് കൂടാനൊക്കെ മഴ പെയ്തിരുന്നോ? മഴ പെയ്താലും കൂടിയിട്ട് നല്ല ചൂട് തന്നെയാണ് എപ്പോഴും. അപ്പം നമ്മളെ മാവൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത സംഭവങ്ങളൊക്കെ ഏകദേശം സെറ്റായി, ആ കളറൊക്കെ ചേഞ്ചായി വന്നപ്പോൾ ഒരു ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ നമുക്കതൊക്കെ മാറ്റി ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. പിന്നെ ഇതേ പ്രോസസ്സ് തന്നെ അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈസി ആയിട്ടുള്ള ബ്രെഡ് പൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ആക്കിയങ്ങാണ്ട് നമുക്ക് റമളാനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എന്നിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്നാക്കാണ്. പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇതുപോലെ നല്ല സ്നാക്കുകളായിട്ട്, നല്ല വെറൈറ്റി സ്നാക്കുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.